നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചിത്രങ്ങളിൽ 3 വ്യത്യസ്തങ്ങളായുള്ള പുഷ്പങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. തന്നിരിക്കുന്ന 3 പുഷ്പങ്ങളുടെ 3 പൈലുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു പൂ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം നടക്കുമോ എന്നും നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ആദ്യമായി നിങ്ങൾ കണ്ണുകളടച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാമത്തെ പൈൽ ആണെങ്കിൽ ഫലം ഇതാണ്. തന്നിൽ അഭയം തേടുന്നവർക്ക് എന്നും സംരക്ഷണം നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. മനസ്സിലുള്ളത് തുറന്നു കാണിക്കുന്ന കപടതയില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതിൽ ഒരു സംശയവുമില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ അതുപോലെ പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിത്വം. ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നത് സത്യം തന്നെയാണ്. എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതിനുവേണ്ടി മരിക്കുവാൻ വരെ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. ആദർശവും അഭിമാനവും വിട്ട് ഒരു കളിയില്ല. എല്ലാവർക്കും ഒരുപോലെ സമീപിക്കുവാൻ പറ്റുന്ന ഒരാളാണ്. ഏതു പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ സമീപിക്കാവുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന വ്യക്തിത്വമാണ്. ചുറ്റുപാടുമുള്ളവർക്ക് പ്രചോദനമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു കാര്യം എന്തെന്നാൽ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് ചെയ്തു തീർക്കാൻ ഉറച്ചു നിൽക്കും എന്നതാണ്. തനിക്ക് ചുറ്റുമുള്ളവരെ തൻ്റെ ഉറ്റവരെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. തനിക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് നൽകുവാൻ മനസ്സുള്ളവരാണ് ഇവർ. തനിക്ക് ചുറ്റുമുള്ളവരെ സംരക്ഷിക്കാൻ ഞാനുള്ളൂ, എനിക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിലും താൻ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആണിവർ. അറിവും പണവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന വ്യക്തികളാണ് ഇവർ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്നവരാണ്. ഒരു കപടതയോ കാപട്യമോ ജീവിതത്തിൽ ഒരിക്കലും കാണിക്കാത്തവരാണ്. മറ്റുള്ളവരെ അവരിലേക്ക് കൃത്യമായി ആകർഷിക്കുവാനുള്ള കഴിവുള്ളവരാണ്. തനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന വ്യക്തികളാണ്. ഇവരെ നശിപ്പിക്കാനായും സന്തോഷം കെടുത്താനായിട്ടും കുറേ വ്യക്തികൾ ഇവരുടെ കൂടെ കൂടാറുണ്ട്. അവർക്കിവരെ സ്വാർത്ഥത കൊണ്ട് ഒരുപക്ഷെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇവരുടെ നിലപാടുകളെയോ ഇവരുടെ ആദർശങ്ങളെയോ ഒരിക്കലും തകർക്കാൻ കഴിയില്ല. കാരണം താൻ വിശ്വസിക്കുന്ന നിലപാടുകൾ പരാജയപ്പെട്ടാലും അതിൽ നിന്നും ഒളിച്ചോടി പോകാതെ അതിൻ്റെ വിധി പോലെ വിധിക്ക് കീഴ്പ്പെടുന്നവരാണ് ഇവര്. നിങ്ങൾ നേരിട്ട് കാണുന്നതിനപ്പുറം ഒരു മനസ്സോ ചിന്തയോ പ്രവൃത്തിയോ അവർക്കുണ്ടായിരിക്കുന്നതല്ല. ഇവർ സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും മനസ്സിൽ വൈരാഗ്യം കാത്തു സൂക്ഷിക്കാത്തവരുമാണ്. എളുപ്പ വഴികളിലൂടെ വിജയം നേടാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവർ. നേരായ വഴികളിലൂടെ മാത്രം ലഭിക്കുന്നവ സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നേരിടാൻ മടിയില്ലാത്തവർ. നിങ്ങളുടെ ഉപദേശങ്ങളിൽ കള്ളത്തരമില്ല. സുഹൃത്ത് ബന്ധങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ലളിതമായിരിക്കും. ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതല്ല, മറ്റുള്ളവർക്ക് കൂടി നന്മയുണ്ടാകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിൽ പോലും എല്ലാം യാഥാർത്ഥ്യമാകും എന്നതാണ് ഇവിടെ ഫലം പറയുന്നത്. പരീക്ഷണങ്ങളിൽ തളരാതെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ, നിങ്ങളുടെ ഫലം ഇതാണ്. 2ാമത്തെ പൈലിൽ ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയും കാണാൻ സാധിക്കുന്ന ഒരു പുഷ്പമാണ് ഇത്. നാട്ടിൻപുറത്ത് ഒരു കാലത്ത് എവിടെ നോക്കിയാലും ചെമ്പരത്തി ചെടികളെയും പൂക്കളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. വശ്യമായൊരു പുഷ്പമാണ് ഇത്. എവിടെയും കാണാൻ സാധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പുഷ്പത്തെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അതിന് കൂടുതൽ ഗുണങ്ങൾ ഉള്ളതായി നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ വ്യക്തികളിലും. ഇവർ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവരാണ്. സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വളരെ സാധാരണക്കാരായ വ്യക്തികളാണ്. അധികാര സ്ഥാനങ്ങളിൽ എത്തിയാലും ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറുകയും എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. പക്ഷേ പലപ്പോഴും ഇവരുടെ കഴിവുകൾ ലോകം അറിയാറില്ല. ആളുകൾ ഇവരെ വിലയില്ലാത്തവരായി കണക്കാക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ സഹായിക്കുമെന്ന് കരുതിയ വലിയ ആളുകൾ ആരും അവിടെ വരാതിരിക്കാം. എന്നാൽ ഇവർ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കും. അങ്ങനെ എവിടെയും എപ്പോഴും കാണുന്നത് കൊണ്ട് ഇവരെ വിലവെക്കാത്ത കുറച്ച് ആളുകൾ ഉണ്ട്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ.
ഒരപകടം ഉണ്ടാകുമ്പോഴോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ ആരും സഹായിക്കാതെ വന്നാലും ഓടിച്ചെന്ന് സഹായിക്കുന്നത് ഇവർ മാത്രമാണ്. ആരെയും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും പറ്റുമെന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കണ്ടീഷൻസ് ഒന്നുമില്ലാതെ തന്നെ ഒരാളെ സഹായിക്കുക, ഒരാളെ സ്നേഹിക്കുക, ഒരാളോട് കാരുണ്യം തോന്നുക, ഇതെല്ലാം ഈ വ്യക്തികളുടെ പ്രത്യേകതയാണ്. സ്വന്തം കഴിവുകളെ ഉപയോഗിച്ച് അധികാരങ്ങൾ നേടുവാനോ ലാഭം കൊയ്യുവാനോ ഇവർക്കറിയില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പണം കൈപ്പറ്റുന്നത് ഇവർക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ ഒരു നാൾ നിങ്ങൾ നേട്ടം കൊയ്യുമെന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളെ ഈശ്വരൻ കൈവിടില്ല. ഈശ്വരന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടുകയും നിങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. അസൂയക്കാർ നോക്കുന്നത് നിങ്ങളെ അടിച്ചമർത്താനാണ്. എന്നാൽ ഈശ്വരൻ അങ്ങനെയല്ല. നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ വിലയില്ലാത്ത ആളുകളുണ്ട്. നിങ്ങൾ അവരെ ആത്മാർത്ഥമായി പ്രണയിക്കും. പക്ഷേ നിങ്ങളെ അവർ ഒരു വിലയും വെക്കില്ല. നിങ്ങളെക്കാൾ യോഗ്യതയുണ്ടെന്ന് അഭിനയിക്കുന്ന ആളുകളുടെ പുറകെ അവർ പോകും. എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കണ്ട് അവർ ദുഃഖിക്കും. അവർ അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കായിരുന്നു കഴിവുള്ളത് എന്ന് അവർ മനസ്സിലാക്കും. അഭിനയിച്ചവരൊക്കെ അവരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും അവർ മനസ്സിലാക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. എല്ലാവരോടും കാരുണ്യവും സ്നേഹവുമുള്ള നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി മൂന്നാമത്തെ പൈലിലെ പുഷ്പം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ ഈശ്വരവിശ്വാസമുള്ള ആളാണ്. നിങ്ങൾ ദൈവത്തെ എന്നെന്നും സൂക്ഷിക്കുന്ന ആളാണ്. ക്ഷമയുള്ളവരാണ് നിങ്ങൾ. സഹകരണ മനോഭാവമുള്ളവരാണ്. പാരമ്പര്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ വളരെ ശുദ്ധ മനസ്സുള്ളവരായതുകൊണ്ട് ദുഷ്ടമനസ്സോടെ നിങ്ങളെ വഴിതെറ്റിക്കാൻ ചില ആളുകൾ ഒപ്പം കൂടും. അതിനാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദൂരെയുള്ളതായാലും അടുത്തുള്ളതായാലും അമ്പലങ്ങൾ, പള്ളികൾ ഇവയെല്ലാം സന്ദർശിക്കാൻ താല്പര്യം കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ. തനിക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്തുണ ദൈവത്തിൻ്റേത് മാത്രമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നും തന്നെ അഹങ്കരിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം ക്ഷണികമാണെന്ന്. നിങ്ങളുടെ മനസ്സ് വളരെ പവിത്രമായ മനസ്സാണ്. അതിനാൽ തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ ദുഷ്ടശക്തികൾ ഒപ്പം കൂടാൻ സാധ്യതയുണ്ട്. മനസ്സെപ്പോഴും ഏകാഗ്രമാക്കി വയ്ക്കുക. ചെത്തിപ്പൂ എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു പുഷ്പമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പൂജാകർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന ഒരു പുഷ്പമാണ് ഇതെന്ന്. ആ പുഷ്പം കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കെല്ലാം തോന്നാറുള്ളത്. നിങ്ങൾ ഏതു മതവിശ്വാസിയാണെങ്കിലും ചെത്തിപ്പൂ കാണുമ്പോൾ തന്നെ അതിനൊരു ദൈവീകത അതിലുണ്ട്. എല്ലാ തിന്മകളെയും അത് ഓടിക്കും. എല്ലാ നന്മകളെയും അത് ആഗിരണം ചെയ്യും. ഈ പുഷ്പം പോലെ തന്നെയാണ് ഈ വ്യക്തിയും. ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒരു രക്ഷാകവചമായി അവർ നിൽക്കും. അത്രത്തോളം നല്ല മനുഷ്യരാണ് ഇവർ. വീട്ടിലെത്തുന്ന സന്ദർശകരുടെ പോലും അനുഗ്രഹങ്ങളും സ്നേഹവും പിടിച്ചുപറ്റാൻ കഴിവുള്ളവരാണ് ഇവർ. എങ്ങനെയെന്നാൽ ഇവരുടെ പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരോട് ഇവർക്കുള്ള കെയറിങ് കൊണ്ടും ആ വീട്ടിൽ വന്നു പോകുന്നവർക്ക് ഒരിക്കലും അവരെ മറക്കാനാവില്ല. നിങ്ങൾ എടുത്തുചാടി ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുന്നവരല്ല. സ്വാർത്ഥതയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അതെല്ലാം നടക്കുന്നതാണ്. ഈശ്വരചിന്ത കൈവിടാതെ ജീവിതത്തിലുടനീളം പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.